ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഓരോ ക്ലൂ ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇനിയിപ്പോൾ അധികം സമയമില്ല, ഒരു മാസമേ ഉള്ളൂ ഇനി. അതുകൊണ്ടും കൂടിയാണ് അവളെ നാട്ടിൽ വിട്ടിട്ടുള്ളത്. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ആകെ മൊത്തം ഒരു സൈലൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവളുള്ളപ്പോൾ നമുക്ക് എപ്പോഴും ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇങ്ങനെ സമയം പോകുന്ന അറിയില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ജോലിക്കൊക്കെ പോയിട്ട് വന്നാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത പോലെ ഒരു ഫീലാട്ടാ. മറ്റേത് അവളെ പഠിപ്പിക്കുക, അവളുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ അങ്ങനെ എനിക്ക് നേരം തികയില്ല, ഉറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളില്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളും ഇൻഷാ അല്ലാ നാട്ടിൽ പോവാണ്. അപ്പോൾ എന്തിനാണ് നാട്ടിൽ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ നാട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ ഇവ നാട്ടിൽ പോയതിനും ഒരു റീസൺ ഉണ്ട്. അവൾക്കിവിടെ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമല്ല അവളെ ഞാൻ നാട്ടിൽ വിട്ടിട്ടുള്ളത്. നാട്ടിലൊരു വലിയൊരു വിശേഷം നടക്കാനുണ്ട്. അതുകൊണ്ടും കൂടിയാണ്, വേറൊന്നുമല്ല. കുറേ പേർക്ക് അറിയായിരിക്കും. കുറേ പേര് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അറിയുന്നുണ്ടാവും. ഇൻസ്റ്റയിൽ ഇല്ലാത്തവർക്കൊക്കെ ആയിട്ട് ഞാൻ പറയാണ്, സച്ചുവിൻ്റെ കല്യാണമാണ് കേട്ടോ. അടുത്ത മാസമാണ് കല്യാണം. അപ്പോൾ അതാണ് ഞാനിങ്ങനെ കുറച്ചായിട്ടൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറയുമ്പോൾ തന്നെ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, ഇതല്ലേ കാര്യം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് തന്നെയാണ് കാര്യം. സച്ചുവിൻ്റെ കല്യാണമാണ്. സച്ചു ആരാന്നറിയാൻ വയ്യാത്തവർ ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവും. എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ പുതിയതായിട്ട് വന്ന ആളുകൾക്കൊന്നും സച്ചുവിനെ അറിയുണ്ടാവില്ല. ഞാനൊരു 2.5 years ആയിട്ട് ഞാൻ UAE-ലാണുള്ളത്. പക്ഷെ എന്നെ അതിന് മുന്നേ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആദ്യം തൊട്ടേ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സച്ചുവിനെ നന്നായിട്ട് അറിയായിരിക്കും. വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു 2.5 വർഷം മുന്നേ വരെ എൻ്റെ വീഡിയോയിലൊക്കെ ഫുള്ള് സജീവമായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ പിന്നെയാണ് വീഡിയോസിൽ അവളെ കാണാണ്ടായത്. അവൾക്കൊരു ചാനലൊക്കെ ഉണ്ട്, ബട്ട് പുള്ളിക്കാരി അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നും അല്ല. യൂട്യൂബിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വല്ല വീഡിയോസൊക്കെ ഇടും എന്നല്ലാണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവളെ കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇവായെ നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. കാരണം ഇവാക്ക് ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും ഡ്രസ്സ് എടുക്കലും എല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ അവളെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ റെഡി ആവില്ല. അതുകൊണ്ടും കൂടിയാണ് അവളെ നാട്ടിൽ വിട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ലീവേ ഉള്ളൂ. എനിക്ക് 10 days ലീവ് ഉള്ളൂ. കല്യാണത്തിൻ്റെ ഒരു 1 day 2 day മുന്നേ മാത്രമേ ഞാൻ നാട്ടിലെത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, സാറ്റർഡേ ആണ് കല്യാണം വരുന്നത്. ഞാൻ തേഴ്സ്ഡേ മോർണിംഗ് ആണ് നാട്ടിലെത്തുന്നത്. അപ്പോൾ അത്ര സമയം എനിക്കുള്ളൂ. എന്താ പറയുക, ആകെ മൊത്തം ഓട്ടപ്പാച്ചിലായിരിക്കും കല്യാണം. ശരിക്കും ഇങ്ങനെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കല്യാണമാണ്. അതായത് എനിക്ക് ആകെ ഒരു സിസ്റ്ററേ ഉള്ളൂ. അവളുടെ കല്യാണത്തിന് ഇങ്ങനെ സ്റ്റാറായിട്ട് നിൽക്കുന്നതും അതൊക്കെ എനിക്കൊരു കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ സമയം എത്തിക്കഴിഞ്ഞപ്പം ഒന്നിനും നേരെ ഇല്ലാണ്ടായിപ്പോയിട്ടാ. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ, പ്ലാനിങ്, ഡാൻസ് പ്രാക്ടീസ്, അതുപോലെ എന്താ ഷോപ്പിങ്, ഇതൊക്കെ ഇങ്ങനെ കുറേ ആയിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ സമയം എത്തിക്കഴിഞ്ഞപ്പം ഇതിനൊന്നും സമയമില്ല. അതാണ് സത്യം. 2 ദിവസം മുന്നേ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ അതേ പറ്റുള്ളൂ. എനിക്ക് ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ലീവ് കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. അതിൽ കൂടുതൽ ലീവൊന്നും എനിക്ക് കിട്ടൂല. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായത്, ഞാൻ മുന്നത്തെ ജോലി റിസൈൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായെന്ന് വെച്ചാൽ കല്യാണത്തിന് ഒരു 2 മാസം ഇപ്പം ഇവ പോയ സമയത്ത് തന്നെ ഞാനും പോയി അവിടെ അടിച്ചു പൊളിച്ച് 2 മാസം എന്താ പറയുക ഫുള്ള് പ്ലാൻ ചെയ്ത് സെറ്റായിട്ട് അവിടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോഴാണ് ജോലി കിട്ടിയത്. പക്ഷേ അൽഹംദുലില്ലാ ജോലി കിട്ടിയതും വലിയൊരു കാര്യമാണ്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ വന്നപ്പോൾ എന്താ പറയുക, കുറച്ചൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെന്താ, നമുക്കുള്ള സമയം അടിച്ചു പൊളിക്കാം. അതാണിപ്പോൾ എൻ്റെ ലക്ഷ്യം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യണ്ടേ, എങ്ങനെ എടുക്കണ്ടേ. ഒന്നാമത് ഇവിടുന്ന് ഡ്രസ്സ് ഷോപ്പ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. അതായത് ഞാൻ അധികം ഇവിടുന്ന് അങ്ങനെ ഷോപ്പ് ചെയ്യാറില്ല. എനിക്ക് ഓൺലൈൻ സൈറ്റിൽ നമുക്ക് കൊളാബറേഷൻ കിട്ടുന്ന ഡ്രസ്സുകളൊക്കെ മാത്രം കേട്ടോ ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്. ഞാൻ അല്ലാണ്ട് ഡ്രസ്സുകൾ വാങ്ങിയിട്ടുള്ളത് ഭയങ്കര കുറവാണ്. പക്ഷേ ഈ ഒരു വെഡ്ഡിങ് എന്നൊക്കെ പറയുമ്പോൾ
അങ്ങനത്തെ ഡ്രസ്സുകൾ കിട്ടുന്ന ഷോപ്സ്, അതും ഇവിടെ എല്ലാം ഭയങ്കര വില കൂടുതലായിരിക്കും. അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്സ് ഉണ്ടോ, നമ്മുടെ നാട്ടിൽ ആ ഒരു ലെവലിലൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതൊന്നും അന്വേഷിച്ച് നടക്കാനുള്ള നേരവും ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇവിടെ UAE അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള പാർട്ടി വെയേഴ്സ് ഒക്കെ കിട്ടുന്ന ഏതെങ്കിലും ഷോപ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് റെൻ്റൽ ഷോപ്പ് ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അവളോടാട്ടോ പറഞ്ഞിട്ടുള്ളത്. അവളുടെ ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ എനിക്കും കൂടെ ഡ്രസ്സ് എടുത്തോന്ന്. അവളാണെങ്കിൽ ആകെ ഇങ്ങനെ പിണങ്ങിയിരിക്കുകയാണ്. കാരണം ശരിക്കും കല്യാണ പെണ്ണ് നമ്മളൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് അവൾ തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഡ്രസ്സ് എടുത്തോ, യുവാടെ ഡ്രസ്സ് എടുത്തോ എല്ലാം കൂടെ അവളുടെ തലയിൽ കൊണ്ട് വെച്ച് കൊടുക്കാട്ടോ. പക്ഷെ വഴിയൊന്നുമില്ല. കല്യാണത്തിൻ്റെ ഡ്രസ്സ് ഞാൻ ഓൾമോസ്റ്റ് ഒന്നിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷന് ഡ്രസ്സ് വേണം, കല്യാണത്തിന് മുന്നേ മൈലാച്ചിക്ക് ഡ്രസ്സ് വേണം, അതിൻ്റെ മുന്നത്തെ ദിവസത്തെ ഡ്രസ്സ് വേണം. ഈ ഡ്രസ്സുകളൊക്കെ കൂടെ എന്താക്കും, എവിടെ നിന്ന് എടുക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ അധികം സമയമില്ല, ഒരു മാസമേ ഉള്ളൂ ഇനി. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഇവിടെ ഏതെങ്കിലുമൊക്കെ ഷോപ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെന്താ, സച്ചുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്കൊക്കെ എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കും. അവൾ ഇൻസ്റ്റയിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അവൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കല്യാണത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കാം ഇൻഷാ അല്ലാഹ്. കുറച്ച് ദിവസമാണെങ്കിലും നമ്മൾ കല്യാണത്തിനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അത് നമുക്ക് മാക്സിമം അടിച്ചു പൊളിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1 വീക്കും കൂടെ ഞാൻ ഉണ്ടാവും കേട്ടോ. കല്യാണം കഴിഞ്ഞൊരു നെക്സ്റ്റ് സാറ്റർഡേ എങ്ങാണ്ടായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു 10 ദിവസം ഉണ്ടാവും. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഞങ്ങളെ രണ്ടാളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതായത് നാട്ടിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കുറേ നമുക്ക് എന്താ പറയുക, കുറേ സ്നേഹമുള്ള കമൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും അവളുടെ കല്യാണമാണെന്ന് കേട്ടപ്പോൾ. ഓൾറെഡി കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഓരോ ക്ലൂ ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് മുന്നേ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവ അവിടെ ഉണ്ട് എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ. കാരണം അവളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പകുതി ഹാപ്പിയാണ്. ഞാനില്ലെങ്കിലും വലിയ സീനില്ല. പക്ഷെ അവളും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഭയങ്കര ശോകമൂകമായി പോകട്ടെ വീട്. പക്ഷെ അവളുള്ളപ്പോൾ തന്നെ ഒരു കല്യാണ ബഹളവും ഒരു അലമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ. അങ്ങനെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവളുടെ വീഡിയോസിൻ്റെ താഴെയും അതുപോലെ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും എനിക്കും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ എന്താണ് എൻഗേജ്മെൻറ്റിന് പോവാനെന്ന് ചോദിച്ചിട്ട്, അതായത് കുറച്ച് പേര് അതൊരു കുറ്റമായിട്ടൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. ഞാനില്ലാണ്ട് എൻഗേജ്മെൻറ്റ് നടത്തിയോ, എന്താ അങ്ങനെ ചെയ്തേ, എന്താ പറയുക, ഞാൻ പോവാത്തത് എന്തോ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനത്തെ രീതിക്കൊക്കെ ഉള്ള മെസ്സേജസും കമൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല, എൻഗേജ്മെൻ്റ് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിരുന്നു കേട്ടോ. ഒരു 1 വീക്കോ അങ്ങനെ എങ്ങാണ്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിരുന്നു. എനിക്കൊന്നും പ്ലാൻ ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. നമുക്കിപ്പോൾ ഒരു 1 മന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്തെങ്കിലും പ്ലാൻ ചെയ്യാം, പോവാന്നൊക്കെ വെക്കാം. പക്ഷെ ഇത് പെട്ടെന്നായിപ്പോയി. ആ ഒരു സമയത്ത് ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടോ അങ്ങനെ എന്തോ ഒരു വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റൊക്കെ ആണെങ്കിലും നല്ല റേറ്റുള്ള സമയമായിരുന്നു കേട്ടോ. ഒരാൾക്ക് തന്നെ അന്ന് ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് വെച്ചാൽ പോസിബിൾ ആയിരുന്നില്ല. പിന്നെ കല്യാണം ഉണ്ടല്ലോ, അപ്പോൾ കല്യാണത്തിന് എന്തായാലും ഞങ്ങൾക്ക് 3 ആൾക്കും പോകണം. അപ്പോൾ വെറുതെ ചിലവും കൂട്ടണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഒരു കാര്യം ഉണ്ടായി, അന്ന് എൻഗേജ്മെൻറ്റ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണെന്നുമ്പോൾ എൻ്റെ വീട്ടുകാരെന്നെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പറ്റിച്ചു എന്നല്ല, അവർ ശരിക്കും വിചാരിച്ചത് എൻഗേജ്മെൻറ്റ് ഭയങ്കര സിമ്പിളായിട്ട് നടത്താം. വീട്ടിൽ തന്നെ അവരൊരു കുറച്ച് പേര്, ഒരു 10-20 പേര് വന്ന് ജസ്റ്റ് അങ്ങനെ ചടങ്ങ് നടത്താമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ സംഭവം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് വലിയ ചടങ്ങായിപ്പോയി. ഇവർ ഹൗസ് ബോട്ടൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ നടത്തിയിട്ടുണ്ടായ. ഹൗസ് ബോട്ടൊക്കെ എടുത്ത് ഞങ്ങളുടെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാവരും കൂടി ഹൗസ് ബോട്ടിൽ അടിച്ച് പൊളിച്ച് നല്ല രസമായിരുന്നു. പക്ഷെ ഞാൻ മാത്രം അവിടെ ഉണ്ടായില്ല. അന്ന് എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി ഉള്ളതാണ്. കാരണം
എൻ്റെ അനിയത്തിയുടെ കല്യാണം, അതിൽ ഞാൻ കല്യാണമല്ല എൻഗേജ്മെൻറ്റ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മാത്രമില്ല, ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്, എല്ലാവരും അടിച്ചു പൊളിക്കുന്നു. ഞാനിതിങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സങ്കടം അത് ഭയങ്കര വലുതാട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടാ, കല്യാണം കൂടാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ആങ്ങളമാർക്കൊക്കെ സ്വന്തം പെങ്ങളുടെ കല്യാണം കാണാൻ പറ്റുന്നില്ല, അല്ലെ വാപ്പാക്ക് മക്കളുടെ കല്യാണം കാണാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പം കുഴപ്പമില്ലാന്ന് തോന്നി. കാരണം എന്തായാലും അൽഹംദുലില്ലാ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റും, 10 ദിവസമെങ്കിൽ 10 ദിവസം എനിക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആട്ടോ. പക്ഷെ ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. അത് ചെറിയൊരു ഫംഗ്ഷനായിട്ട് നടത്തിയിരുന്നേ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഒരു ഹൗസ് ബോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമൊക്കെ തോന്നി. അതുകൊണ്ടായിരിക്കും കുറേ പേര് ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായേ. അതുപോലെ എൻഗേജ്മെൻ്റ് അല്ല, മറ്റേ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തും എന്താ പറയുക, കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ വരാണ്ട് ഹൗസ് വാമിങ് നടത്തിയോ, അന്ന് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അന്നും ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനത്തെ ഒരു രീതിക്കുള്ള കമൻറ്റ്സ് ആട്ടോ. എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കല്യാണം താങ്ങി എത്തി. ഇനിയിപ്പോൾ അധികം സമയമില്ല, തീരെ സമയമില്ല കേട്ടോ. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഐഡിയ ഇല്ല. അവളുടെ കല്യാണ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, അവൾ തന്നെ പോയി സെറ്റാക്കി. ശരിക്കും ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക, എല്ലാം വീഡിയോ എടുത്ത് അടിപൊളിയാക്കി തന്നെ. പക്ഷേ ഇല്ലാത്തതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട്. അവിടെ അവൾക്ക് ഒറ്റയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകാനും ഒക്കെ ഭയങ്കര സങ്കടമാണ് അവൾക്കും. പിന്നെ അവളത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമില്ല. ഞങ്ങൾ ആരും ഇല്ല. ഇപ്പോൾ കസിൻ ഉണ്ടല്ലോ, സേബ ഉണ്ട്. അപ്പോൾ അവളാണെങ്കിലും ഇപ്പോൾ ജോർജിയയിലാണ് പഠിക്കുന്നത്. അവളും വരും, കല്യാണ സമയമാകുമ്പോൾ അവളും വരും. പക്ഷേ ഇവൾക്ക് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊന്നും നമ്മൾ ആരും ഇല്ലാത്ത പോലെ, അവൾ ഒറ്റയ്ക്ക് ഉമ്മച്ചിയൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഷോക്കായിരിക്കും കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, കല്യാണത്തിന് പോയിട്ട് നമുക്ക് ആ ഒരു വിഷമമൊക്കെ തീർക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ. അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ, വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഇവിടെ UAE എനിക്ക് അങ്ങനെ വലിയ എന്താ പറയുക, വലിയ അറിവൊന്നുമില്ല അങ്ങനത്തെ ഷോപ്സിനെ പറ്റിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് ശരിക്കും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കാൻ തന്നെ നേരം കിട്ടുന്നില്ല, അത് വേറൊരു കാര്യം. പിന്നെ ഇപ്പോൾ ഇവ ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഒരു സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടെ അമർത്തി വെച്ചോ. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് പൊളി വീഡിയോസൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഫുള്ള് കല്യാണം മേളായിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പോൾ ശരി എന്നാ, ബൈ ബൈ. അവസാനമായിട്ട് നമുക്ക് കുറച്ച് സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് കണ്ടിട്ട് വരാം കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് പ്രോഡക്ട്സ് ഉള്ളത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡോക്ടർ ഷെസിൻ്റെ ഈ ഒരു സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആട്ടോ. നമുക്ക് ഒട്ടും തന്നെ ഓയിലി ആക്കാത്ത കൈൻഡ് ഓഫ് ഒരു മോയ്സ്ചറൈസർ ആട്ടോ ഇത്. ഞാൻ കുറച്ചായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ആട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡോക്ടർ ഷെസിൻ്റെ തന്നെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന പോലെ ആട്ടോ ഇവർ ഈ ഒരു സൺസ്ക്രീൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും വരാത്ത കൈൻഡ് ഓഫ് ഒരു സൺസ്ക്രീൻ ആണ്. അടുത്തത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ആട്ടോ. വേറൊന്നുമല്ല, ഫിറ്റ്മിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ 310 ഷെയ്ഡ് വരുന്നത്. അടുത്തത് ഈ ഒരു മേബെല്ലിൻ്റെ തന്നെ ഏജ് റിവൈൻഡ് കൺസീലർ, പിന്നെ മേബെല്ലിൻ്റെ തന്നെ ഈ ഒരു കോമ്പാക്ട് കേട്ടോ. ഇത് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത്. സോ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കണേ.